ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് നന്ദു അബിയെ ചോദ്യം ചെയ്യുവാണ്. അബി കുറ്റൊന്നും സമ്മതിക്കുന്നില്ല. അബിയോട് ചോദിച്ചു, സത്യം പറ, സുഭാഷുമായിട്ട് നിനക്ക് എന്താ ബന്ധം? അത് എനിക്കങ്ങനെ ബന്ധമൊന്നുമില്ല. ജ്വല്ലറിയിലേക്ക് സ്വർണം കൊണ്ട തരുന്ന അല്ല, നിന്റെ കയ്യിലാണോ സ്വർണം കൊണ്ട തരുന്നേ? അല്ല, പിന്നെ നീയും അയാളും തമ്മിൽ എന്താ ബന്ധം? ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ബന്ധമില്ലാന്ന്. പിന്നെ എന്തിനാടാ കഴിഞ്ഞ ഡിസംബർ തൊട്ട് കുറെ തവണ നീ അയാളുടെ ഫോണിലേക്കും അയാൾ നിന്റെ ഫോണിലേക്കും വിളിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, സ്വർണ്ണ പണിക്കാരനുമായിട്ട് നീ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ കാരണം എന്താ? കള്ളക്കടത്ത് സ്വർണം കൊണ്ടുവന്ന് വെളുപ്പിച്ച് നീ വിറ്റില്ലേടാ. എനിക്കൊന്നും അറിയത്തില്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല. സത്യം പറയുന്ന നല്ലത്. നിന്നെ പോലെ ഒരുത്തിന് ഇതല്ല ഇതിലേക്കാളും വലിയ അടവോ അഭ്യാസം കാണിക്കുമെന്ന് ഞങ്ങൾക്കറിയാം. എടാ, സ്വർണത്തിന്റെ പരിശുദ്ധിയുള്ള ആ വീട്ടിലേക്കാ ക്ലാവ് പിടിച്ച നിന്നെ പോലുള്ള ഒരുത്തൻ കയറി ചെന്നത്. നിന്നെ ഉണ്ടല്ലോ. അത് മാത്രല്ല, ഇതിനു മുമ്പ് നീ ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ ജീവൻ നശിപ്പിച്ചു. അതിനുശേഷം അവളെ കൊല്ലാൻ ശ്രമിച്ചില്ലേടാ. എന്നിട്ട് ആ കുറ്റം ഇപ്പോഴും ആദർശേട്ടൻ തലയെ ചുമന്നുകൊണ്ട് നടക്കുവാണ്. അറിയാലോ നീ ചെയ്ത തെറ്റ്, നിന്റെ കുഞ്ഞിന്റെ ഉത്തരവാദിത്തം പോലും. എന്നിട്ട് നിനക്ക് ഒരിക്കലെങ്കിലും ആ സത്യം തുറന്നു പറയാൻ തോന്നിയോടാ എല്ലാവരുടെ മുന്നില്? ഇല്ലല്ലോ. ഇതുവരെ നീ ആ കുറ്റം ഏറ്റെടുത്തിട്ടില്ലല്ലോ. അത്രയ്ക്ക് ദുഷ്ടനാ നീയാ. എടാ, ഇതങ്ങനെ വെറുതെ വിടുമെന്ന് നീ കരുതണ്ട. നിന്റെ മനസ്സിലുള്ള സത്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവന്നേ മതിയാവുള്ളൂ. പിന്നീട് കോൺസ്റ്റബിളിനോട് പറഞ്ഞു, കുറച്ച് വെള്ളം കൊടുക്ക്, അവൻ വെള്ളം നന്നായിട്ട് കുടിക്കട്ടെ. അവന് ഇത്തിരി കഴിയുമ്പോഴത്തേനും എല്ലാ ഉത്തരങ്ങളും പുറത്തു പറയാനുള്ളതല്ലേ. അങ്ങനെ അബിക്ക് വെള്ളമൊക്കെ കൊടുത്തു. അബി വെള്ളമാണെങ്കിൽ ആർത്തിയോടെ വലിച്ചു കുടിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോ ദേവേനിയും നയനയും ജാനയും ഒക്കെ സംസാരിക്കുകയാണ്. നയനയോട് ഒക്കെ ദേവേനി പറഞ്ഞു, അവൻ കാരണം എന്തൊക്കെ പ്രശ്നങ്ങളായി കുടുംബത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നേ. പത്രക്കാരും ടി വിക്കാരും ഒക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോ അടുത്ത വാർത്ത അതായിരിക്കും. ഓരോ പ്രശ്നങ്ങൾ മാറിക്കൊണ്ടിരിക്കുമ്പോഴത്തേന് അടുത്തായിട്ട് വന്നുകൊണ്ടിരിക്കും. ഇനിയിപ്പോ അവരോടൊക്കെ സമാധാനം പറയണ്ടേ. അപ്പോഴേക്കും ജലജ വന്നിട്ട് പറഞ്ഞു, അതുകൊണ്ട് ഈ വീട്ടിൽ ഇന്ന് വരെ പത്രക്കാരും ടി വിക്കാരും ഒന്നും കേറിയിട്ടില്ലല്ലോ. കഴിഞ്ഞ ഇടയ്ക്ക് വന്ന് കേറിയപ്പം ഏട്ടത്തി എവിടെ ആയിരുന്നു? ഇവിടെ ഉണ്ടായിരുന്നല്ലോ. എന്നിട്ട് അവരുടെ മുന്നിൽ ധൈര്യപൂർവ്വം പോയി നിൽക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പൊ ഏട്ടത്തിക്ക് ഈ നാണക്കേടൊന്നും തോന്നിയില്ലേ? ഇത് കേട്ടതും ദേവേന് പറഞ്ഞു, ദേ ജലജ, നീ കാര്യം അറിയാതെ സംസാരിക്കരുത്. വേണ്ട ഏട്ടത്തി. ഏട്ടത്തിയുടെ സ്വഭാവം അത്ര നല്ലതല്ല. ഇതിനേക്കാളും വലിയ തെറ്റ് ചെയ്തവൻ ആദർശ്. എന്നിട്ടോ എല്ലാരും അതിനെ ന്യായീകരിച്ചു. എന്നിട്ടിപ്പൊ എന്റെ മോൻ എന്തോ തെറ്റ് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് അവനെ കുറ്റക്കാരനാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി ഒരക്ഷരമെങ്കിലും നീ മിണ്ടിയിട്ടുണ്ടെങ്കിൽ നിന്റെ ചെകിടടിച്ച് ഞാൻ പൊളിക്കുമെന്ന് ദേവേന് പറഞ്ഞു. തല്ലിക്കോ, എന്നെ അങ്ങ് തല്ലിക്കോ, എന്നാലും കുഴപ്പമില്ല. പക്ഷെ ഞാൻ പറയാനുള്ള കാര്യം പറയുക തന്നെ ചെയ്യും. എന്റെ മോരൊരു തെറ്റും ചെയ്യാഞ്ഞിട്ട് ദേ ഇവളും ഇവളുടെ അനിയത്തി എല്ലാവരും കൂടെ ചേർന്നിട്ട് അവനെ ജയിലിലേക്ക് കൊണ്ടാനായിട്ട് ഒരുങ്ങിയിരിക്കുന്നത്. ഇത് ഞാൻ വെറുതെ വിടുമെന്ന് കരുതുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. ഇതിനേക്കാളും വലിയ തെറ്റ് ചെയ്തവർ ഇവിടെ കൂളായിട്ടിരിക്കുന്നു. എന്നിട്ടാണ് അപ്പോഴേക്കും ഒരു കൊടുങ്കാറ്റ് പോലെ നവ്യ അങ്ങോട്ടേക്ക് വരുവാണ്. നവ്യ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ജലജ ചോദിച്ചു, അല്ല നീ ഈ കുഞ്ഞിനെ കൊണ്ട് എങ്ങോട്ടാ? കുഞ്ഞിനെ കൊണ്ട് ഞാൻ ഒരിടത്തും പോകുന്നില്ല അമ്മേ. എന്താ അമ്മ ഈ കുഞ്ഞിനെ പിടിക്ക? ആ സമയത്ത് ദേവേനെ ചോദിച്ചു, മോളെ നീ എങ്ങോട്ടാന്ന് അറിയണമില്ലേ? എല്ലാരും കൂടെ കൂടിയിട്ട് എന്റെ ഭർത്താവിനെ ജയിലിലാക്കിയില്ലേ, പോലീസ് ലോക്കപ്പിലാക്കിയില്ലേ, എനിക്ക് അവനെ ഇറക്കിയല്ലേ മതിയാവുള്ളൂ. ആ സമയത്ത് നയന ചോദിച്ചു, ചേച്ചി അതിന് ചേച്ചി എങ്ങോട്ടാ? ഞാൻ ചിലപ്പോഴേ റെയിൽ പാളത്തിന് തലവെക്കും, ചിലപ്പോ വല്ല വണ്ടിയുടെ മുന്നിൽ ചാടിയെന്നിരിക്കും. നിനക്കൊക്കെ എന്താ? എല്ലാവർക്കും സമാധാനമല്ലോ ഇപ്പൊ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ അബിയെ ജയിലിൽ കയറ്റാനാണ് നിങ്ങളൊക്കെ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത്. ഇതിനേക്കാളും വലിയ തെറ്റ് ചെയ്തവരൊക്കെ ഇവിടെ ഉണ്ട്. അവർക്കൊന്നും ഒരു പ്രശ്നമില്ല. ഇത് പക്ഷെ ഞാൻ അങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ല. എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. ഇത് ചേച്ചി കാര്യം അറിയാതെ വെറുതെ കളയുന്നേ. എടി, ഇത് കൂടുതൽ എനിക്ക് കാര്യം അറിയേണ്ട ആവശ്യമൊന്നും ഇല്ലടി. അപ്പോഴേക്കും ദേവേന് പറഞ്ഞു, മോളെ അവൻ തെറ്റ് ചെയ്തിട്ട് തന്നെ അവനെ നന്ദു പിടിച്ചോണ്ട് പോയിരിക്കുന്നേ. എന്ത് തെറ്റാ അബി ചെയ്തേ? അബി ഒരു തെറ്റും ചെയ്തിട്ടൊന്നുമില്ല. അവൻ ജ്വല്ലറിയിൽ വെറും സ്റ്റാഫ് മാത്രം. ഇപ്പം എന്തെങ്കിലും ഒരു ചെറിയ പരിപാടി കാണിച്ചാണ്. അതിന് ഇത്രമാത്രം ഇത് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഇനി എനിക്കിപ്പോ ആരുടെ മുഖത്ത് നോക്കി എന്ത് വേണം പറയാം. എനിക്കിവിടെ മുത്തശ്ശനെ പോലും പേടിയില്ല. ഞാനെന്തിനാ പേടിക്കുന്നേ? പറയേണ്ട കാര്യങ്ങൾ ആരുടെ മുഖത്ത് നോക്കിയാലും പറയും. എന്റെ അബിയെ കുറ്റക്കാരനാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും മനഃപൂർവ്വം ഇറങ്ങി തിരിച്ചിരിക്കുക, കാര്യം വാരി തേക്കുക എന്റെ അബിയുടെ മുഖത്ത്. ഇത് ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ജലജയോട് കുഞ്ഞിനെ നോക്കിക്കോണമെന്ന് പറഞ്ഞിട്ട് നവ്യെ ദേഷ്യപ്പെട്ട് പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി പോവാണ്. അത് കണ്ടു കഴിഞ്ഞപ്പോ നയനയ്ക്ക് പോലും സഹതാപം തോന്നി. കാരണം കാര്യം അറിയത്തില്ലാതെയാണ് നവ്യെ എടുത്തു ചാടി പോകുന്നത്. അബിയുടെ കള്ളത്തരം ഏതാന്ന് പോലും ഇതുവരെയായിട്ടും അവൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ നവ്യ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ജലജ പറഞ്ഞു, എന്റെ മരുമോളുടെ സമനിലേറ്റി ഇനിയിപ്പൊ അവള് പറഞ്ഞ പോലെ വല്ലതും ചെയ്യുവോന്നറിയത്തില്ല. ദേവേന് പറഞ്ഞു, അങ്ങനെ എന്തേലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദിത്യം നിന്റെ മകൻ തന്നെയാ. നിന്റെ മകൻ ചെയ്ത കൊള്ളരുതായ്മ കാരണം അവളെ അങ്ങനെ ചെയ്യുന്നേ, അല്ല ഞങ്ങൾ ആരും അതിന് ഉത്തരവാദികളല്ലെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് കയറിപ്പോയി. ജലജയ്ക്ക് നല്ല ദേഷ്യമാ, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കുറച്ച് കഴിഞ്ഞപ്പോ നവ്യ ഗോവിന്ദനെയും കനയെയും കാണാനായിട്ട് അങ്ങോട്ടേക്ക് വരുവാണ്.
അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ കനക പോയി കഥ തുറന്നു. മോളോ കേറി വരാൻ പറയണ. അപ്പോഴേക്കും ഗോവിന്ദനും കൂടെ അങ്ങോട്ട് വന്നു. എന്താ മോളെ? ഓ, അപ്പൊ കാര്യങ്ങളൊക്കെ ഇളയ മോള് വിളിച്ച് പറഞ്ഞു കാണുമല്ലോ അല്ലേ? എന്ത് കാര്യം? ഞങ്ങളൊന്നും അറിഞ്ഞില്ല. കൊണ്ടുപോയി. അവളെന്റെ ഭർത്താവിനെ കൊണ്ടുപോയി. കൊണ്ടുപോയെന്ന് എങ്ങോട്ട് കൊണ്ടുപോയി? പോലീസ് ലോക്കപ്പിലേക്ക് വന്ന് കൊണ്ടുപോയി. എന്തു പറ്റി മോളെ? എന്തോ സ്വർണ്ണക്കടത്തോ അങ്ങനെ എന്തോന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ദിവസമായി മനുഷ്യന് മനസമാധാനം തരാതിരിക്കുന്നേ. വളരെ മോശമായ രീതിയിലാ അവള് വന്ന് അബിയോട് ഇടപെട്ടെ. എന്നിട്ട് അബിയെ പിടിച്ചോണ്ട് പോയി. ഗോവിന്ദൻ പറഞ്ഞു, അവൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്ത് കാണും മോളെ. അതിന് നീ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല, എന്റെ അബി അങ്ങനെ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഇതിനേക്കാളും വലിയ തെറ്റ് ചെയ്ത ആൾക്കാരൊക്കെ അവിടെ ഉണ്ട്. എന്നിട്ട് അന്നൊന്നും ഇതൊന്നും കണ്ടില്ലോ. ഇപ്പൊ നിസാര കാര്യം എന്താ പറഞ്ഞിട്ടാ എന്റെ ഭർത്താവിനെ കൊണ്ടുപോയിരിക്കുന്നേ. എന്റെ കുഞ്ഞിന്റെ അച്ഛനാ. എനിക്കാ നാണക്കേട്, എന്റെ കുഞ്ഞിനാ നാണക്കേട്. അതൊന്നും അവള് മനസ്സിലാക്കുന്നില്ല. ആ സമയം കനക പറഞ്ഞു, മോളെ നീ ഒന്ന് സമാധാനപ്പെട്. പിന്നെ എനിക്ക് സമാധാനപ്പെടാൻ പറ്റുമോ? എന്റെ കുഞ്ഞിന്റെ അച്ഛന് പോലീസ് ലോക്കപ്പിൽ കിടക്കുമ്പോ എനിക്ക് സമാധാനമായിട്ട് വീട്ടിലിരിക്കാൻ പറ്റില്ല. അച്ഛൻ പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് വരണം. എന്തിനാ മോളെ? അച്ഛൻ വന്ന് പറഞ്ഞാൽ അവള് കേൾക്കും. എനിക്ക് അവനെ ഇറക്കിക്കൊണ്ട് പോയാൽ മതിയാവുള്ളൂ. മോളെ, അതിന്റെ ആവശ്യമുണ്ടോ? അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ അവന് കിട്ടണം. അവനല്ലെങ്കിലും അവന്റെ പോക്ക് ശരിയല്ല എന്നുള്ള കാര്യം മോളോട് ഞങ്ങൾ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് മോള് കേട്ടോ? ശരിയും തെറ്റും പറയാനുള്ള സമയമല്ലത്. നിങ്ങൾക്ക് ഈ ചൂടും കാര്യങ്ങളൊന്നും ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. ഇതിനേക്കാളും വലിയ തെറ്റ് ചെയ്തൊരുത്തൻ വീട്ടിലുണ്ട്. എന്നിട്ട് ആദർശാണ് ചോദ്യം ചെയ്യുവോ അല്ലെങ്കിൽ നായനോട് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ചോദിക്കുകയോ ചെയ്തോ? ഒന്നും ചെയ്തിട്ടില്ല. എന്നിട്ടിപ്പൊ എന്റെ അബി എന്തോ വലിയ തെറ്റ് ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് എല്ലാരും കൂടെ അബിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ അർത്ഥം മാത്രം എനിക്ക് മനസ്സിലാകത്തെ. ആ സമയം ഗോവിന്ദൻ പറഞ്ഞു, അത് പിന്നെ മോളെ, അച്ഛൻ വരുന്നുണ്ടോ ഇല്ലയോ? വരാൻ പറ്റുമെങ്കിൽ വാ. കനക പറഞ്ഞു, പോയി ഡ്രസ്സ് മാറിയിട്ട് ചെല്ലു ഗോവിന്ദേട്ടാന്ന് പറയണം. അങ്ങനെ ഗോവിന്ദൻ ഡ്രസ്സ് മാറാൻ അങ്ങോട്ട് പോയി. അപ്പോഴേക്കും കനക പറഞ്ഞു, മോളെ, അബി അങ്ങനെ ചെയ്ത് കാണുമായിരിക്കും. ദേ അമ്മേ, എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എന്റെ അബി ഒരിക്കലും ചെയ്യത്തില്ല. അപ്പോഴേക്കും കനയ്ക്ക് ദേഷ്യം വന്നു. എനിക്ക് പല കാര്യങ്ങളും പുറത്ത് പറയണമെന്നുണ്ട്. പക്ഷെ എന്റെ നാവ് മൂടിക്കെട്ടിയിരിക്കുക. അല്ലെങ്കിൽ ഞാൻ എന്തേലുമൊക്കെ വിളിച്ചു പറഞ്ഞേനം. സത്യങ്ങളൊക്കെ പറയട്ടെന്ന് എന്റെ നാവ് വെമ്പുക എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് കനക അകത്തേക്ക് കയറിപ്പോയി. കനയ്ക്കും ഗോവിന്ദനൊക്കെ അറിയാം ആരാ ഇതിനകത്ത് തെറ്റ് ചെയ്തിരിക്കുന്നുള്ള കാര്യം. അതുകൊണ്ടാണ് അബി ഇത്ര ദേഷ്യപ്പെട്ട് പറയുന്നത്. ഈ സമയം അബി കുറ്റം സംഭവിച്ചിട്ടില്ല. അബിയുടെ മുന്നിലേക്ക് നന്ദു അവന്റെ ഫോണിലേക്ക് വന്ന കോൾ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ കാണിക്കണം. നോക്കടാ, ഇത് നിന്റെ ഫോണിലേക്ക് വന്ന കോൾ ലിസ്റ്റുകളാ. പിന്നെ നീ വിളിച്ചത് എല്ലാം ഉണ്ട്. ഇതിനകത്ത് സുഭാഷ് വിളിച്ച കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ സ്വർണ്ണപ്പണിക്കാരനും. സത്യം പറയടാ, ഇത് ഏറ്റവും വലിയ തെളിവാ. സത്യം പറയാൻ നിനക്ക് നല്ലത്. ഒടുവില് അബി പറഞ്ഞു, ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, ചെറിയ തെറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ സ്വർണ്ണക്കടത്തി കൊണ്ടുവന്ന ആര് ആഭരണമാക്കി വിറ്റെല്ലാം വേണം ഞാൻ തിരിച്ചു തരാം. അത്ര സ്വർണം ഞാൻ തിരികെ കൊടുക്കാം. എങ്ങനെയെങ്കിലും എന്നെ ഈ കേസിൽ നിന്ന് രക്ഷിക്കണമെന്ന് പറയണം. നിവൃത്തിയില്ലാതെ വന്നു കഴിഞ്ഞപ്പോഴാണ് അങ്ങനെ പറഞ്ഞേ. അപ്പോഴേക്കും നന്ദു ഇങ്ങോട്ട് എന്നിട്ട് പറഞ്ഞു, നിന്നെ രക്ഷിക്കണം അല്ലേ? ഇത് മാത്രല്ലടാ, നീ പല കുറ്റങ്ങളും ചെയ്തിട്ടുണ്ട്. എന്റെ ആദർശേനെ നയനേച്ചി ഇപ്പോഴും നീ കരുവാരി തേച്ചുകൊണ്ടിരിക്കുക. നീ ചെയ്ത തെറ്റ് ആദർശേനെ ഏറ്റെടുത്തിരിക്കുന്നേ. അത്രയും വലിയ തെറ്റൊക്കെ ചെയ്തിട്ട് നീ ഇങ്ങനെ വെലസ് നടക്കുമല്ലേ? നിന്നെ വെറുതെ വിടാൻ പോകുന്നുണ്ടെന്ന് കരുതിയോ? അപ്പോഴേക്കും ഒരു പോലീസ് കോൺസ്റ്റബിൾ വന്നിട്ട് പറഞ്ഞു, അതെ സാറിന്റെ മാഡത്തിന്റെ അച്ഛൻ വന്നിട്ടുണ്ടെന്ന് പറയണം. മിക്കവാറും റെക്കമെൻഡേഷനുമായിട്ട് വന്നിരിക്കുകയായിരിക്കും. നവേച്ച് ചെന്ന് പറഞ്ഞു കാണുമായിരിക്കും. അതുകൊണ്ടായിരിക്കും അച്ഛൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നേ. പക്ഷെ ആരൊക്കെ പറഞ്ഞാലും എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാടാ. നിന്നെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. ഒറ്റെണ്ണം കിട്ടാന്നാണ്ടല്ലോ, നിന്നെ രക്ഷിക്കണം പോലും. നന്ദു അങ്ങോട്ട് പോയി. അപ്പോഴേക്കും ദേഷ്യപ്പെട്ട് അബി ഇങ്ങ് ചാടി എഴുന്നേറ്റു. ആ ടേബിളിൽ അടിച്ചോണ്ട്. അപ്പോഴേക്കും അവിടെ വന്ന കോൺസ്റ്റബിൾ എന്താടാന്ന് ചോദിക്കണം. അത് കേട്ടപ്പത്തിന് അബിക്ക് ദേഷ്യം വന്നു. നീ എന്താടാന്ന് ചോദിക്കണം. പിന്നെ പറയണോ, രണ്ടെണ്ണം അവന്റെ കർണത്തിന് ഇട്ട് കൊടുക്കണം. അടങ്ങിയിരിക്കടാ. ദേ ഞാനാരാ നിനക്കറിയത്തില്ല. അനന്തപുരിയിലെ പയ്യനാ. എടോ, അനന്തപുരിയിലെ പയ്യനിട്ട് 2 തല്ല് കൊടുത്ത് എനിക്ക് ക്രെഡിറ്റ് തന്നെയാ. കൊടുക്കാൻ പറ്റിയ അവസരം ഇത് തന്നെയാ. ഇപ്പൊ കൊടുത്തിട്ട കാര്യമുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവന് അവിടെ കൂനിച്ച് നിർത്തി ഇടിക്കണം. അവന്റെ അഹങ്കാരത്തിന് നാളെ അങ്ങോട്ട് ഇട്ടു കൊടുത്ത അയാള്. അങ്ങനെ നന്ദു അവളുടെ അടുത്തേക്ക് വരുവാണ്. അപ്പോഴേക്കും ഗോവിന്ദൻ ചേച്ചി, മോളെ, അവനെ ജാമ്യത്തിൽ ഇറക്കിക്കൊണ്ട് പോകാൻ പറ്റുമോ? അവനെ വിടാൻ പറ്റുമോ എന്ന് ചോദിക്കുക. ഇല്ലച്ചാ, അതൊന്നും പറ്റില്ല എന്ന് പറയണ. നവ്യ ചോദിച്ചു, അതെന്തുകൊണ്ട് പറ്റില്ല? ദേ നവ്യേച്ചി, വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. ഇത് കുടുംബ പ്രശ്നം ഈ പ്രശ്നം തമ്മിൽ നമ്മള് ഒരിക്കലും കൂട്ടിക്കുഴയ്ക്കാൻ പാടില്ല. ഇത് വേറെയാ, സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട, അല്ലാതെ കുടുംബത്തിലെ പ്രശ്നങ്ങളൊന്നും അല്ലത്. അതുകൊണ്ട് വിടാൻ പറ്റില്ല. നീ വലിയ പുണ്യാളത്തി ആകുമല്ലോ. ഇതേ നവ്യേച്ചി, ഞാൻ എന്റെ ഡ്യൂട്ടിയാ ചെയ്യുന്നേ. അതിനിടയ്ക്കിലേക്ക് വെറുതെ തടസ്സമായിട്ട് വരില്ല. ഗോവിന്ദൻ ചോദിച്ചു, അല്ല മോളെ, ജാമ്യത്തിൽ വിടാൻ പറ്റില്ലേ? വിടാൻ പറ്റില്ല അച്ഛാ. ഇനി അവനിൽ നിന്ന് കുറെ തെളിവുകളൊക്കെ ശേഖരിക്കാനുണ്ട്. അങ്ങനെ പെട്ടെന്നൊന്നും വിടാൻ പറ്റില്ല. എനിക്ക് അവനെ ഒന്ന് കാണാൻ പറ്റുമെന്ന് നവ്യ ചോദിച്ചു. കാണാനും പറ്റില്ല. ഇപ്പം അവനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കണ സമയം. ഇവിടെ ഇടിച്ച് ഇഞ്ചപ്പരുവായി കാണുവച്ചാ. അതുകൊണ്ടായിരിക്കും. എടി, നിന്റെ ഈ ദേഷ്യം ഇതൊക്കെ നീ എന്താ മറ്റുള്ളവരുടെ അടുത്ത് എടുക്കാതിരിക്കുന്നേ? ആദർശൻ ഇതിനേക്കാളും വലിയ തെറ്റ് ചെയ്തല്ലേ? എന്നിട്ടെന്താ ആദർശനെതിരെ നീ നീങ്ങാത്തെ? അപ്പോഴേക്കും നന്ദു പറഞ്ഞു, അതിന് ആദർശനെതിരെ ആരും പരാതി തന്നിട്ടില്ലോ.
അതുകൊണ്ടല്ലേ പരാതി തന്നായിരുന്നു ഇപ്പൊ നീ അങ്ങോട്ട് കൊണ്ടുവന്ന് ചോദ്യം ചെയ്തേനം. അപ്പോഴേക്കും നന്ദു ഗോവിന്ദനോട് പറഞ്ഞു, അച്ഛാ ഇതേ നവ്യേച്ചനെ വിളിച്ചോണ്ട് പോകാൻ നോക്ക് എന്ന് പറയണ. ഇതേ മോളെ നമുക്ക് പോകാന്ന് പറയണം. അതെ എനിക്കറിയാം, എനിക്ക് എന്റെ ഭർത്താവിനെ വേണം, എന്റെ ഭർത്താവിനെ എനിക്കൊണ്ടേ ഞാൻ പോവുള്ളൂ. അപ്പോഴേക്കും നന്ദു പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എനിക്കിവിടെ പോലീസ് മുറ വല്ലതും പറയേണ്ടതായിട്ട് വരും. അത് കേട്ട് കഴിഞ്ഞപ്പോ തന്നെ നവ്യ പറഞ്ഞു, നീ പറയടി, നിനക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നീ അങ്ങോട്ട് പറ, അപ്പൊ നിനക്ക് സമാധാനം ആവുമല്ലോ. വേണേ എന്റെ കർണത്തിന് 2 തല്ലും കൂടെ തല്ല്. അപ്പോഴേക്കും ഗോവിന്ദൻ പറഞ്ഞു, മോളെ നീ ഇങ്ങനൊന്നും പറയല്ലേ, അവൾ അവളുടെ ജോലിയല്ലേ ചെയ്യുന്നേ, വന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിളിക്കുവാണ്. ഈ സമയത്ത് നന്ദു പറഞ്ഞു, അച്ഛാ എനിക്ക് കുറച്ച് ജോലി തിരക്കുണ്ട്, നിങ്ങളൊന്ന് പോയി തന്ന ഉപകാരമായിരുന്നു പറയണം. അങ്ങനെ ഒടുവില് ഗോവിന്ദൻ നവ്യയും വിളിച്ചോണ്ട് പുറത്തേക്ക് വരുവാണ്. ഈ സമയത്ത് നവ്യ പറഞ്ഞു, അച്ഛനെ ഞാൻ എന്തിനാ വിളിച്ചോണ്ട് വന്നേ? എന്നിട്ട് ഇപ്പൊ അച്ഛൻ എന്താ ചെയ്തേ? മോളെ അബിയുടെ കാര്യം അറിയാലോ, പിന്നെ നന്ദുവിന്റെ സ്വഭാവം വെറുതെ ഒന്നും അല്ലല്ലോ. സ്വർണ്ണക്കടത്ത് കേസിലല്ലേ അവനെ അകത്താക്കിയിരിക്കുന്നേ. അതിനച്ഛ അവൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല പോലും. അത് മോള് പറയുന്നല്ലേ, നമുക്ക് ഉറപ്പൊന്നും ഇല്ലല്ലോ. അതിന് ശക്തമായ തെളിവ് കിട്ടാതെ ഒരിക്കലെങ്കിലും നന്ദു അങ്ങനെ ചെയ്യുന്ന മോൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. എന്റെ അച്ഛ ഇതിനേക്കാളും വലിയ തെറ്റ് ചെയ്തവരൊക്കെ അവിടെയുണ്ട്. എന്നിട്ടെന്താ അവർക്കെതിരെ കേസെടുക്കാത്തെ? അച്ഛനും അമ്മയും പോലും ഈ പറയുന്ന ആദർശനെ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷെ എന്റെ അഭി എന്തോ വലിയ തെറ്റ് ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കണം. മോളെ ചില കാര്യങ്ങളൊക്കെ ഏതാ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പം നയനയുടെ സ്ഥാനത്ത് ഇപ്പൊ മോളായിരുന്നെങ്കിലോ അബി ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തു, അല്ലെങ്കിൽ ചന്തുമോള് അബിയുടെ ആണെന്ന് അറിയുവാണെങ്കിൽ മോൾ എന്ത് ചെയ്യും? അങ്ങനെയാണ് ഞാൻ അവനെ കുത്തി അരിഞ്ഞ് കളയത്തുള്ളൂ. ഞാൻ നയനെ പോലെയൊന്നും അല്ല, അത്ര ആദർശധീരയൊന്നും അല്ല. എനിക്ക് അങ്ങനെ നിൽക്കാനും കഴിയില്ല. അവൾക്ക് ഇതിനൊന്നും കഴിയില്ല, അതിനുള്ള ശേഷിയൊന്നും അവക്കില്ല. അതുകൊണ്ടാ. ഇത് കേട്ടതും ഗോവിന്ദൻ പറഞ്ഞു, അതെ നിന്റെ അനുജത്തി ഒരു പൊട്ടിയായതുകൊണ്ടല്ല, പക്ഷെങ്കിൽ ചില കാര്യങ്ങളിൽ അവൾ ആത്മനിയന്ത്രണം പാലിക്കുന്നതുകൊണ്ട് മാത്രം. അത് ചില കാര്യങ്ങൾ പുറത്തു പറയാനും പറ്റില്ല. പക്ഷെ അവളെ നീ ഒന്നുമല്ലാതാക്കി കളയരുത്. അവള് പാവാന്നൊക്കെ പറയണം. ഇത് കേട്ടിപ്പം നവ്യ പറഞ്ഞു, അവള് പാവാണ് പോലും. എന്നിട്ടല്ലേ ആദർശാണ് ഇതുപോലെയുള്ള പരിപാടി ചെയ്തിട്ട് എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിക്കരുത്. മോളെ ഇപ്പൊ അതിനെക്കുറിച്ചൊന്നും നീ തൽക്കാലത്തേക്ക് ചിന്തിക്കണ്ട. അതല്ലല്ലോ ഇവിടുത്തെ വിഷയം വേറെയല്ലേ, സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ളല്ലേ. ആ കുടുംബത്തെ കരിവാരി തേക്കാൻ അവൾ ശ്രമിച്ചിരിക്കുന്നേ. നന്ദു പറഞ്ഞു കേട്ടോ. അത്രയും വലിയൊരു ജ്വല്ലറിയാ. ആ ജ്വല്ലറിയിൽ ഇതുപോലത്തെ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് സ്വസ്ഥതയെ സമാധാനത്തോടെ പിന്നെ അവൻ അവിടെ കിടന്ന് ഉറങ്ങാൻ പറ്റുമോ? മൂർത്തി ജ്വല്ലറി എന്ന് പറഞ്ഞാൽ അറിയാലോ. മൂർത്തി ജ്വല്ലറിയാണ് പോലും. അവിടുത്തെ സ്വർണ്ണമൊക്കെ പത്രമായിട്ടായിരിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, അയാളുണ്ടല്ലോ അതിന്റെ MD, അയാളുടെ സ്വഭാവം മഹാവൃത്തികേടാ എന്നൊക്കെ പറഞ്ഞു. ഒന്നും കൂടാനൊന്നും പറയാൻ പോയില്ല. ഒടുവിൽ നബിയോട് പറഞ്ഞു, ബാ മോളെ പോകാന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ കൂട്ടിക്കൊണ്ട് പോകുക. ഇതേ സമയം നന്ദു അബിയുടെ അടുത്തേക്ക് വന്നു. അബിയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നിന്നെ കാണുമ്പോ എനിക്ക് നിന്റെ മുഖം ഭിത്തിയെ പിടിച്ച് ഉരയ്ക്കാനാ തോന്നേ. കാരണം അത്രയ്ക്ക് ദുഷ്ടനാ നീ ചെയ്തു കൂട്ടി എന്തൊക്കെയാ. കാരണം സ്വന്തം കുടുംബത്തിൽ നിന്നല്ലേ മോഷ്ടിക്കാൻ ശ്രമിച്ചേ, അത് മാത്രമാണോ? ആദർശാണ്ട് ഇപ്പോഴും നീ ചെയ്ത് തെറ്റ് തലയെ ചുമന്നോണ്ട് നടക്കുക. എന്നിട്ട് ഒരിക്കലെങ്കിലും നിനക്ക് സത്യം തുറന്നു പറയാൻ തോന്നിയോ? നിന്റെ ഭാര്യ നവ്യേച്ചി ഇപ്പോഴും ആദർശാണ്ടെ നയനേച്ചിയൊക്കെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അത് കേൾക്കുമ്പോ എനിക്ക് അടിമുടി പെരുത്ത് കയറുന്നുണ്ട്. എത്ര ദേഷ്യം ഉണ്ടാകുന്നുണ്ടെന്ന് അറിയാവോ? പക്ഷെ എനിക്ക് സത്യങ്ങളൊന്നും തുറന്നു പറയാൻ പറ്റില്ല. എന്റെ നവ്യേച്ചിയോട് തുറന്നു പറയണമെന്ന് പലവട്ടം ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ പറയാൻ പറ്റുന്നില്ല. ആ ദേഷ്യം ഞാൻ നിന്റെ അടുത്ത് തീർക്കൂടാ. നിന്നെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല എന്നും പറഞ്ഞിട്ട് അവന്റെ കോളർ നമ്മൾ കുത്തിപ്പിടിച്ചു 2 എണ്ണം ഇട്ട് കൊടുക്കുവാണ്. അത് മാത്രമാണോ? നീ ആ അനഘയെന്ന് പറയുന്ന പാവം പെൺകുട്ടി നീ കൊല്ലാക്കൊല ചെയ്തില്ലടാ. അവളെ കോമ സ്റ്റേജിലേക്ക് ആക്കിയത് നീയാന്ന് എനിക്ക് ഉറപ്പാടാ. നീയാന്ന് സമ്മതിക്കില്ല എന്നറിയാം. പക്ഷെ നീ അത്ര പരിപാടിയൊക്കെ ചെയ്യത്തുള്ളൂ. അവളെ നശിപ്പിച്ചൊരു കുഞ്ഞിനെ ഉണ്ടാക്കിയതും പോരാ, അവളെ നീ അങ്ങനെ ഒരു പരുവത്തിലാക്കിയിട്ടില്ലേ കോമ സ്റ്റേജിലേക്ക്. നിന്നെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ലെന്ന് പറഞ്ഞിട്ട് ഇടിച്ച് ഇഞ്ച പരുവാക്കുവാണ്. എന്റെ ചേച്ചിയുടെ ആദർശാന്റെ ഒക്കെ മുഖം കാണുമ്പോഴുണ്ടല്ലോ, നിന്നെ എനിക്ക് കൊത്തി അരിയാനുള്ള ദേഷ്യം വരുന്നുണ്ട്. പക്ഷെ നിന്നെ ഞാൻ വെറുതെ വിടത്തിലിടാന്നൊക്കെ പറഞ്ഞിട്ട് അവനെ ഇടിച്ച് ഭിത്തിയെ കയറ്റുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുതേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.